നിലമ്പൂരിനെ കൈപ്പിടിയിലൊതുക്കി ആര്യാടൻ ഷൗക്കത്ത്. 8 തവണ ആര്യാടൻ മുഹമ്മദിനെ നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ മകൻ ആര്യാടൻ ഷൗക്കത്തും നിയമസഭയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ടകളെല്ലാം UDFന്റെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം പ്രതിഫലിക്കുന്നു. വന്നവരും നിന്നവരുമെല്ലാം കളം നിറഞ്ഞ് കളിച്ചപ്പോൾ 19,946 വോട്ടുകൾ നേടി ഒറ്റയാൻ പോരാട്ടം നടത്തിയ അൻവർ പിണറായി സത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിന്റെ മലയോര മേഖലകളിൽ ആഞ്ഞടിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം അൻവറിന്റെ വോട്ടുകളിലൂടെ, ഷൗക്കത്തിന്റെ ലീഡുകളിലൂടെ കേരളത്തിൽ വ്യക്തമാണ്. ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞപ്പോൾ 76,493 വോട്ടുകൾ നേടി 11,077 വോട്ടിന്റെ ശക്തമായ ഭൂരിപക്ഷത്തോടെ ഷൗക്കത്ത് നിയമസഭയിലേക്ക്. 4 മാസങ്ങൾക്കിപ്പുറം നടക്കുവാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള കോൺഗ്രസ് മുന്നേറ്റങ്ങളുടെ ആരംഭമായി നിലമ്പൂരിലെ ജനവധിയെ നമുക്ക് നോക്കിക്കാണാം. LDF വ്യക്തമായ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുങ്കലിൽ UDF ലീഡ് നേടിയത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. 65,601 വോട്ടുകൾ സ്വരാജ് നേടിയപ്പോൾ BJP സ്ഥാനാർത്ഥി നേടിയത് 8,706 വോട്ടുകൾ മാത്രമാണ്. സർക്കാരിൻ്റെ വിലയിരുത്തലാകും നിലമ്പൂരിലെ ജനവധി എന്ന് പറയാൻ മടിയില്ലെന്ന് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. സമീപകാലത്ത് CPM നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു നിലമ്പൂരിലേതെന്നും വലിയ വിജയം നേടുമെന്നും വോട്ടെടുപ്പിന് ശേഷവും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ നിലമ്പൂരിലെ ജനവിധി മറിച്ചായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും CPM സംസ്ഥാന നേതൃത്വവും ഒന്നടങ്കം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായില്ല. രണ്ടാം പിണറായി സർക്കാരിനേറ്റ മറ്റൊരു തിരിച്ചടിയായി മാറിയിരിക്കും നിലമ്പൂർ. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഗ്രാഫ് എടുത്താൽ UDF 4ഉം LDF 1ഉം ആണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനായത് UDFന് പ്രതീക്ഷ നൽകുന്നതാണ്. മറുഭാഗത്ത് വീണ്ടും ഒരു തുടർഭരണം എന്ന LDF മോഹത്തിനും ഈ കനത്ത തോൽവി തിരിച്ചടിയാണ്. സിറ്റിംഗ് MLA സ്വതന്ത്രനായി മത്സരിച്ചിട്ടും അൻവറിന്റെ സമ്മർദ്ദം അംഗീകരിക്കാതെ UDF നേടിയ വിജയത്തിന് തിളക്കമേറെയാണ്. പിണറായി സത്തിനെതിരായ പോരാട്ടത്തിൽ പഴയ പിണറായി പക്ഷത്തിന്റെ മുന്നണി പോരാളികളിലൊരാളായ CPM സെക്രട്ടേറിയറ്റ് അംഗം തന്നെ പരാജയപ്പെട്ടത് വലിയ രാഷ്ട്രീയ സന്ദേശവുമാണ്. അതേസമയം ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് മത്സരിച്ച് ഒരു സ്വതന്ത്രന് സാധ്യമായ മികച്ച പ്രകടനം കാഴ്ചവെച്ച അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബാക്കിയാക്കുന്നുണ്ട്. ഷൗക്കത്ത് നിലമ്പൂരിൽ MLA ആകുന്നത് തടയുക എന്ന ആത്യന്തിക ലക്ഷ്യം അൻവറിന് നേടാൻ സാധിച്ചില്ല. അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന ലീഗിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം ഇത് അടിവരയിടുന്നു. അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 25,000 കടന്നേനെ എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നിലമ്പൂരിലേക്ക് വരുമ്പോൾ കണക്ക് കൂട്ടലുകളും അജണ്ടകളുമെല്ലാം പൊളിഞ്ഞുപോയത് ഇടതുപക്ഷത്തിൻ്റേത് തന്നെയാണ് എന്ന് വ്യക്തമാണ്. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.